ഈശോയിൽ സ്നേഹമുള്ളവരെ, തൊടുപുഴ മാതാവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണ് ഇന്നത്തേത്. തൊടുപുഴയിലുള്ള പുതിയിടത്ത് ജോൺ റെജി ദമ്പതികളുടെ മകളായ ചിപ്പിക്ക് 1999 മാർച്ച് 15 മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് പലപ്പോഴായി അമ്മ അവളുടെ വീട്ടിൽ വരികയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ വീടും സ്ഥലവും കോതമംഗലം രൂപത ഏറ്റെടുക്കുകയും 2006 ഓഗസ്റ്റ് മാസം മുതൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ ഒരു വീഡിയോയായിട്ട് ചെയ്തിരുന്നത്. ഇന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാൻ പങ്കുവെക്കുന്നത്. മാതാവ് അവൾക്ക് നൽകിയ സന്ദേശങ്ങളും ദൈവകരുണയുടെ വിശുദ്ധ ജലം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നതിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അവിടുത്തെ തിരികത്തിച്ചുള്ള പ്രാർത്ഥനയും മാതാവിൻ്റെ കയ്യിൽ ചാർത്തിയ കൊന്ത കഴുത്തിൽ ധരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ വിശദമായി ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് തൊടുപുഴ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പൂർണ്ണ ചരിത്രം മനസ്സിലാകത്തുള്ളൂ. ഇന്നലത്തെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കാം. കേൾക്കാത്തവർ അത് പോയി കേൾക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങളിൽ ഒത്തിരി പേർ അവിടെ പോയിട്ടുണ്ടെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും പരിശുദ്ധ അമ്മ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ചിപ്പിയിലൂടെ പരിശുദ്ധ അമ്മ ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓരോ മരിയൻ പ്രത്യക്ഷപ്പെടലിലൂടെയും മനുഷ്യകുലത്തിന് സ്വർഗം ചില സന്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ ആശ്വാസങ്ങളോ നൽകുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവകരുണയുടെ ആഴങ്ങളും ദൈവകരുണ ലഭിക്കുവാനുള്ള ആഴങ്ങളും വെളിപ്പെടുത്തി. എന്നാൽ ഇവിടെ ചിപ്പിയിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവകരുണ ലഭിക്കുവാനുള്ള പുതിയ മാർഗങ്ങളും ദൈവകരുണ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളും അവ നീക്കിക്കളയാനുള്ള വഴികളുമാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിൽ അനുദപിക്കുന്ന പാപിക്ക് വീട്ടപ്പെടാൻ സാധിക്കാത്ത ഒരു പാപവും പാപകടവും ശാപവും ഇല്ല. സഹനങ്ങളിലൂടെ ദൈവകരുണ അന്വേഷിക്കുന്നവരുടെ 7 തലമുറ പിന്നോട്ടും വിശദീകരിക്കപ്പെടുമെന്ന് മാതാവ് പറഞ്ഞു. ദൈവകരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ജീവിത സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ജീവിത സഹനങ്ങൾ ലഘൂകരിക്കപ്പെടുകയും രക്ഷാകരമാവുകയും അവ നമുക്കും മറ്റുള്ളവർക്കും വിശുദ്ധീകരണ കൃപകളായി മാറുകയും ചെയ്യുമെന്നും മാതാവ് പറഞ്ഞു. ഇനി അവിടെയുള്ള വിശുദ്ധ ജലത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. മാതാവ് പ്രത്യക്ഷപ്പെട്ട് വ്യക്തമായ നിർദ്ദേശം നൽകിയതിൽ പ്രകാരമാണ് മാതാവിൻ്റെ കാൽ ചുവട്ടിൽ കുളം നിർമ്മിച്ചതും അവിടെ വെള്ളം നിറയ്ക്കാൻ തുടങ്ങുകയും ചെയ്തത്. കുളത്തിൽ വെള്ളം നിറച്ചതിനു ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മാതാവിൻ്റെ കാൽച്ചുവട്ടിലെ ജലത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് പ്രകാശവും കൈവിരിച്ചു നിന്ന് അനുഗ്രഹിക്കുന്ന ഈശോയുടെ രൂപത്തിലെ കൈകളിൽ നിന്ന് രക്തവും പ്രവഹിക്കുന്നതായി ചിപ്പിക്ക് കാണിച്ചു കൊടുത്തിരുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ വിശുദ്ധ ജലം തളിക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ചിപ്പിയുടെ കുടുംബാംഗങ്ങളോട് മാതാവ് വെളിപ്പെടുത്തി. അതിൻ പ്രകാരം പലരും ഈ സംരക്ഷണം സ്വീകരിച്ചു പോരുന്നു. ഈ വിശുദ്ധ ജലം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത് വഴി ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവകരുണയുടെ ഈ ചാല് ഷൈറിനിൽ ദൈവജനത്തിനായി തുറന്നുകൊടുത്തിരിക്കുന്നത്. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് വഴി മാതാവ് അത്ഭുതകരമായി തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായും പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ആശ്വാസം കിട്ടാതെ വലയുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായും അനേകർ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവകരുണയുടെ ഈശോയുടെ രൂപത്തിൽ വലിയ പൂമാല എല്ലാ വെള്ളിയാഴ്ചകളിലും ഇടണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് ഇന്നും തുടർന്നു പോരുന്നു. ആളുകൾ നിയോഗപൂർത്തീകരണത്തിന് നന്ദിയായും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും നേർച്ചയായും വെള്ളിയാഴ്ചകളിൽ പൂമാല സ്പോൺസർ ചെയ്യുന്നു. വെള്ളിയാഴ്ചകളിൽ നൊവേനയ്ക്ക് ശേഷവും ഷ്രൈനിലെ തിരുനാളുകൾ കഴിഞ്ഞും പാച്ചോർ നേർച്ച നടത്തപ്പെടുന്നു. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയും തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനു വേണ്ടിയാണ് സാധാരണമായി പാച്ചോർ നേർച്ച ആളുകൾ നടത്തുന്നത്. ഷ്രൈനിലെ പ്രധാനപ്പെട്ട ഭക്താനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തിരി കത്തിച്ച് ദൈവകരുണയിലേക്ക് സമർപ്പിക്കൽ. കുടുംബങ്ങളിലെ ജീവിച്ചിരിക്കുന്നവരെയും മരണമടഞ്ഞവരെയും
ദൈവകരുണയിലേക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നത് ഈശോയുടെ പീഡാസഹന യോഗ്യതയാലാണ്. അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും ദൈവിക സംരക്ഷണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും വസ്തുക്കൾക്ക് വേണ്ടിയും വീട്, വീട്ടുസാധനങ്ങൾ, വാഹനം, ജോലി, സ്ഥലം, ഭൂമി, പരീക്ഷ, യാത്ര തുടങ്ങി മാതാവിൻ്റെ ആധിപത്യവും സംരക്ഷണവും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാധനങ്ങൾക്കും വേണ്ടിയും പ്രത്യേകം തിരി കത്തിച്ച് സമർപ്പിക്കാം. ഇത് നേർച്ചയല്ല, നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഗ്രോട്ടോയിൽ തിരികത്തിച്ച് സമർപ്പിക്കാൻ മാതാവ് ആവശ്യപ്പെട്ടു. ഗ്രോട്ടോയിൽ തിരികത്തിച്ച് സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടും. ഇവിടെ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ പീഡാനുഭവ യോഗ്യതയിൽ പിതാവായ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമെന്ന് മാതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനു മുമ്പ് സ്വയം വിശുദ്ധീകരിക്കപ്പെടണം. പാപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുകയില്ല. ഗ്രോട്ടോയിൽ ത്രിയേക ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും സജീവ സാന്നിധ്യം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് വെറുമൊരു പ്രാർത്ഥനാലയമല്ല. ഗ്രോട്ടോ സന്ദർശിക്കുന്നവർ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ അവരുടെ വേദനകളും ആവശ്യങ്ങളും എന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാതാവ് പറഞ്ഞു. തിന്മയുടെ ബന്ധനങ്ങൾ അഴിയാനും ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യത്തിനു വേണ്ടി കൂടുതൽ സമയം ഗ്രോട്ടോയിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നത് ഒരു പതിവാണ്. പലതരത്തിലുള്ള രോഗങ്ങളും ആത്മീയവും മാനസികവുമായ അസ്വസ്ഥതകളുള്ളവർക്കും ഇതുവഴി ധാരാളം രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ ധാരാളം കൊന്തകൾ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിനു പിന്നിലെ ചരിത്രം ഇങ്ങനെയാണ്. ഗ്രോട്ടോ രൂപതയ്ക്ക് കൈമാറുന്നതിന് മുമ്പ് 2003 മുതൽ പൊതുജനങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാനായി തുറന്നുകൊടുക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടു. അതിനു മുന്നോടിയായി 1000 കൊന്ത കുടുംബാംഗങ്ങളോട് ചൊല്ലാനും ചൊല്ലി പൂർത്തീകരിച്ചപ്പോൾ 250 കൊന്ത വാങ്ങി മാതാവിൻ്റെ കൈകളിൽ ഇടാനും നിർദ്ദേശിച്ചു. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അന്നു തൊട്ട് ഗ്രോട്ടോ സന്ദർശിക്കുന്ന വ്യക്തികൾക്ക് കഴുത്തിൽ ധരിക്കാനായി മാതാവിൻ്റെ കൈകളിൽ ചാർത്തിയ കൊന്ത സൗജന്യമായി നൽകിപ്പോരുന്നു. അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായും ആളുകൾ കൊന്തകൾ വാങ്ങി മാതാവിന് സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. മാതാവിൻ്റെ കയ്യിലിട്ട കൊന്തകൾ ധരിക്കുന്നത് വഴി വളരെയധികം ദൈവിക സംരക്ഷണം ലഭിക്കുന്നതായും ശാരീരികവും മാനസികവും പൈശാചികവുമായ പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതായും ധാരാളം പേർ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവകരുണ ലഭിക്കുവാനായി മാതാവ് വെളിപ്പെടുത്തിയ ഒരു മാർഗമാണിത്. കുറേ വർഷങ്ങളായി മാതാവിൻ്റെ കയ്യിലിട്ട കൊന്തയാണ് ഞാനും എൻ്റെ കഴുത്തിൽ ധരിക്കുന്നത്. 100 കണക്കിന് ഭക്തജനങ്ങൾ ദിവസവും മാതാവിൻ്റെ കാൽച്ചുവട്ടിലെ കുളത്തിനു ചുറ്റും മുട്ടിന്മേൽ ഇഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭക്താഭ്യാസം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. ചിപ്പി +2 പരീക്ഷയിൽ നല്ല രീതിയിൽ ജയിക്കുവാൻ എന്തു ചെയ്യണമെന്ന് ചിപ്പിയുടെ പിതാവ് ചോദിച്ചപ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് മുട്ടിന്മേൽ ഇഴഞ്ഞു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ചിപ്പിയുടെ പിതാവ് ജോൺ അതിൻ പ്രകാരം ചിപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മകൾ നല്ല മാർക്കോടെ +2 പാസ്സാവുകയും ചെയ്തു. ഇതു കേട്ടറിഞ്ഞ ഭക്തജനങ്ങൾ സ്വയം ആരംഭിച്ച ഭക്താഭ്യാസമാണ് ഇത്. തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് കരുണയുടെ ജപമാലയോ മാതാവിൻ്റെ ജപമാലയോ ചൊല്ലി കുളത്തിനു ചുറ്റും മുട്ടിന്മേൽ ഇഴഞ്ഞു പ്രാർത്ഥിക്കുന്നത് സർവ്വസാധാരണമാണ്. മാതാവിൻ്റെ മുൻപിൽ നിയോഗം സമർപ്പിച്ചതിന് ശേഷമാണ് മുട്ടിന്മേൽ ഇഴയൽ ആരംഭിക്കുന്നത്. വലതുവശത്തേക്ക് നീന്തി പ്രാർത്ഥിക്കുന്ന വ്യക്തി സക്രാരിയിൽ വസിക്കുന്ന ഈശോയെ കുമ്പിട്ട് ആചാരം ചെയ്ത് ആരാധിച്ചതിന് ശേഷം മുന്നോട്ട് ഇഴഞ്ഞ് കരുണയുടെ ഈശോയുടെ വലിയ രൂപത്തിന് മുൻപിൽ വന്ന് നിയോഗം പറഞ്ഞേൽപ്പിക്കുന്നു. തുടർന്ന് മുന്നോട്ടിഴഞ്ഞു പോകുമ്പോൾ ക്രൂശിത രൂപത്തിന് ഇരുവശങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന ദൈവകരുണയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെയും ദൈവകരുണയുടെ അപ്പസ്തോലിയായ വിശുദ്ധ ഫൗസ്റ്റീനയുടെയും തിരുശേഷിപ്പുകൾ വണങ്ങി അവരുടെ മധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ടും കരുണയുടെ ആദ്യ ദൃക്സാക്ഷിയായി തിരുസഭ ഉയർത്തിയിരിക്കുന്ന വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ പ്രതിമയെ ചുറ്റി
തൻ്റെ ജനത്തെ കൈവിരിച്ചു നിന്ന് അനുഗ്രഹിക്കുന്ന ഉത്ഥിതനായ ഈശോയുടെ മുമ്പിലൂടെ വന്ന് പ്രാർത്ഥിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി കൈകൂപ്പി നിന്ന് മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്ന ദൈവകരുണയുടെ മാതാവിൻ്റെ മുൻപിൽ വരുമ്പോൾ മുട്ടിന്മേൽ ഇഴച്ചിൽ ഒരു വട്ടം അവസാനിപ്പിക്കുന്നു. ഇനി ഈ ഗ്രോട്ടോയിൽ നടക്കുന്ന 9 ദിവസത്തെ ദൈവകരുണയുടെ നൊവേനയെക്കുറിച്ചൊന്ന് പറയാം. ആഴ്ചയിൽ 1 വെച്ച് 9 ദിവസം ഗ്രോട്ടോയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹപ്രദമാണെന്ന് മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 9 ദിവസത്തെ ദൈവകരുണയുടെ നൊവേന നടത്തപ്പെടുന്നത്. ഈ നൊവേന വഴി ചോദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ആത്മാക്കൾക്ക് പ്രദാനം ചെയ്യുമെന്ന ഈശോയുടെ വാഗ്ദാനം ഈ നൊവേനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഭവപ്പെടുന്നതായി അവരുടെ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദൈവകരുണയുടെ നൊവേനയും, ശനിയാഴ്ച 3 കുർബാനകൾക്ക് ശേഷവും വെള്ളിയാഴ്ച 7 വിശുദ്ധ കുർബാനയോടുകൂടിയും ദൈവകരുണയുടെ നൊവേന നടത്തപ്പെടുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവകരുണയുടെ തുടർ വെളിപ്പെടുത്തലുകളാണ് ഇവിടെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നൽകിയിരിക്കുന്നത്. മാതാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എളുപ്പവഴി വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്ന ഡയറി വായിക്കുകയാണ് എന്ന് മാതാവ് അഭിപ്രായപ്പെട്ടു. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന പേരിൽ ഷ്രൈനിൽ നിന്ന് പ്രകാശനം ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഗ്രോട്ടോയ്ക്കും ചാപ്പലിനും ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി എന്ന് പേരിട്ടത്. അതിനുശേഷം മാതാവ് പറഞ്ഞു, ദൈവകരുണയുടെ സങ്കേതമായി ഡിവൈൻ മേഴ്സി പിതാവായ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത സ്ഥലമാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്കും ജീവിത വിശുദ്ധീകരണത്തിനും ഉതകുന്ന ദൈവകരുണയുടെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ദൈവകരുണയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടാനും ദൈവകരുണ ചൊരിയപ്പെടാനുമുള്ള 6 വഴികൾ സ്ഥാപിച്ചുകൊണ്ടും മാതാവ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ പണിയപ്പെട്ട ദൈവകരുണയുടെ ആലയമാണ് ഇത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെയും മഹത്വപൂർണനായ ദൈവകരുണയുടെ ഈശോയുടെയും സജീവ സാന്നിധ്യവും ദൈവകരുണയുടെ മാതാവിൻ്റെ നിരന്തര സ്വർഗീയ മാധ്യസ്ഥ്യവും ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനായുടെയും ദൈവകരുണയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെയും ദൈവകരുണയുടെ ആദ്യ ദൃക്സാക്ഷിയായ വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെയും സാന്നിധ്യ സഹായവും ഷ്രൈനിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വെളിപ്പെടുത്തപ്പെട്ട എല്ലാ ദൈവകരുണയുടെ ചാലുകളും ഇവിടെ തുറന്നിരിക്കുന്നതിനാൽ ദൈവകരുണയുടെ വിശുദ്ധ സങ്കേതമായി ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തെ കരുതുന്നു. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ദൈവകരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മാനസാന്തരങ്ങളും വിശുദ്ധിയിലേക്ക് വളരാനുള്ള പ്രചോദനവുമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഇവയാണ്. 2006 ഷ്രൈൻ രൂപതയ്ക്ക് കൈമാറിയതിനു ശേഷമാണ് തിരുനാളുകൾ ആരംഭിച്ചത്. ദൈവകരുണയുടെ തിരുനാളും ദൈവകരുണയുടെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളുമാണ് ഷ്രൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തിരുനാളുകൾ. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ലളിതമായ രീതിയിൽ ഭക്തി നിർഭരമായി പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടും ചെണ്ടയും വാദ്യമേളങ്ങളും വെടിക്കെട്ടുകളും ഒഴിവാക്കിക്കൊണ്ട് 2006 മുതൽ തിരുനാളുകൾ നടത്തപ്പെടുന്നു. 2 തിരുനാളുകളിലും പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച വാഹനങ്ങളിൽ ദൈവകരുണയുടെ ഈശോയുടെയും ദൈവകരുണയുടെ മാതാവിൻ്റെയും തിരുസ്വരൂപങ്ങൾ സംവഹിക്കപ്പെടുന്നു. തിരുനാളുകൾക്ക് മറ്റ് ആഘോഷങ്ങളും കലാപരിപാടികളും നടത്തുന്നത് ദൈവത്തിന് പ്രീതികരമല്ല എന്ന് വെളിപ്പെടുത്തിയതിനാൽ അവയൊന്നും തിരുനാളുകളിൽ നടത്തപ്പെടാറില്ല. ടൗൺ ചുറ്റിയുള്ള തിരുപ്രദക്ഷിണത്തിന് ശേഷം പാച്ചോർ നേർച്ചയോടെ തിരുനാളുകൾ സമാപിക്കുന്നു.